നമസ്കാരം. ഇന്ന് ഇതുവരെയിലേക്ക് സ്വാഗതം. ഞാൻ കീർത്തന കേശവൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പത്തനംതിട്ട പുത്തൻ പീടികയിൽ ശബരിമല തീർത്ഥാടനം കഴിഞ്ഞു മടങ്ങുകയായിരുന്നവരുടെ കാർ നിർത്തിയിട്ടിരുന്ന ഓട്ടോയിലിടിച്ചു അപകടം. ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, എങ്ങനെയാണ് അപകടമുണ്ടായത്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? കാര്യമായ രീതിയിലുള്ള പരിക്കല്ല കീർത്തന. ഈ ശബരിമല ദർശനം കഴിഞ്ഞ് വരുന്ന അടൂർ സ്വദേശികളുടെ വാഹനം ആണ് പുത്തൻപീടികയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഡ്രൈവർ, ഈ കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം. നിർത്തിയിട്ടിരുന്ന ഓട്ടോയുടെ പുറകിലേക്ക് ഇടിക്കുകയായിരുന്നു. ഈ ഓട്ടോ ഡ്രൈവർക്കാണ് ചെറിയ പരിക്ക് ഏറ്റിട്ടുള്ളത്. ശബരിമല തീർത്ഥാടകർക്ക് കാര്യമായ രീതിയിലുള്ള പരിക്ക് ഇല്ല. എന്തായാലും ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക്, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും പോലീസ് ആ സ്ഥലത്തെത്തി. വാഹനഗതാഗതം കുറച്ചുനേരം സ്തംഭിച്ചിരുന്നു. പത്തനംതിട്ട ട്രാഫിക് പോലീസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ആ പ്രദേശത്തു നിന്നുള്ള വാഹനങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് വാഹനങ്ങളും തൊട്ടപ്പുറത്തേക്ക് മാറ്റി തള്ളി മാറ്റേണ്ട ഒരു അവസ്ഥയൊക്കെ വന്നു. എന്തായാലും പോലീസും ഫയർഫോഴ്സ് അടക്കമുള്ള സംഘം സ്ഥലത്തെത്തി അവിടെ നിന്ന് തള്ളി മാറ്റി വാഹനഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഡ്രൈവറുടെ ഈ പറയുന്നത് പോലെയുള്ള ആരോഗ്യസ്ഥിതി കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. നിസ്സാര പരിക്കാണ് ഏറ്റിട്ടുള്ളത്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ഡ്രൈവറുടെ കാര്യത്തിൽ കുഴപ്പമില്ല എങ്കിലും ഈ ഓട്ടോ കാര്യമായ രീതിയിൽ തന്നെ തകർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഈ തീർത്ഥാടകരും ഇപ്പോൾ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഉറങ്ങിപ്പോയതാണ്, ശബരിമല ദർശനം കഴിഞ്ഞു വരുമ്പോൾ ഉറങ്ങിപ്പോയതാണ് പ്രശ്നത്തിന് കാരണം. ശരി, ശ്രീകുമാരനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. മുസ്ലിങ്ങൾ ഉൾപ്പെട്ടതോ ആയ ഏത് കൂട്ടായ്മയെയും സംശയത്തോടെ നോക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് SKSSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ. പൊതുവായ മുന്നേറ്റങ്ങളിലോ ജനകീയ സമരങ്ങളിലോ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മറ്റൊരു കണ്ണിലൂടെ കാണുന്ന പ്രവണത നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. CPIM നേതാവ് തുടങ്ങിവെച്ച ക്യാമ്പയിൻ BJP നേതാക്കൾ ഏറ്റുപിടിച്ചുവെന്നും സത്താർ പന്തല്ലൂരിന്റെ FB പോസ്റ്റ്. വിവരങ്ങളുമായി സമീർ ബിൻ കരീം ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്ന്. സമീർ, ഈ FB പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ മെക്സവൻ വിവാദത്തിൽ ഇപ്പോൾ സമസ്തയുടെ വിദ്യാർത്ഥി സംഘടനയായ SKSSF പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. SKSSF വ്യക്തമാക്കുന്നത് ഈ മെക്സവിന്റെ കാര്യത്തിൽ ഈ തീവ്രവാദികളും മറ്റുള്ളവരും നുഴഞ്ഞു കയറുമെന്നുള്ള ഈ മോഹൻ മാഷയുടെ ആശങ്ക അത് കേരള പോലീസിന്റെ കാര്യത്തിലും ഉണ്ടാകണം. RSS കേരള പോലീസിൽ കടന്നു കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ശ്രദ്ധ അല്ലെങ്കിൽ ആ ഒരു ആശങ്ക മോഹനൻ മാഷിന് ഈ പോലീസിന്റെ കാര്യത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ സത്താർ പന്തല്ലൂർ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ മുസ്ലിങ്ങളുടെയോ മുസ്ലിം സംഘടനകളുടെയോ ഏതെങ്കിലും തരത്തിലുള്ള മുന്നേറ്റമോ സമരമോ ഉണ്ടായാൽ അതിനെ സംശയത്തോടെ നോക്കുന്ന ഒരു പ്രവണത പൊതുവെ ഉണ്ട്. നേരത്തെയും സമാനമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും ഈ സത്താർ പന്തല്ലൂർ പറയുന്നു. ഈ CPM നേതാവ് തുടങ്ങിവെച്ച ഈ ക്യാമ്പയിൻ നിലവിൽ BJP നേതാക്കൾ ഏറ്റുപിടിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നുള്ളതുമാണ് ഈ സത്താർ പന്തല്ലൂർ പറയുന്നത്. കൃത്യമായി പറഞ്ഞാൽ മെക്സവനെ പരോക്ഷമായി പിന്തുണക്കുകയും ഈ CPM ജില്ലാ സെക്രട്ടറിയെ വിമർശിക്കുകയുമാണ് സത്താർ പന്തല്ലൂർ ചെയ്യുന്നത്. ശരി, സമീർ ബിൻ കരീം മലപ്പുറത്തു നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച ആം ആദ്മി പാർട്ടി 38 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ മത്സരിക്കും. അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അച്യുതൻ, പ്രമുഖ നേതാക്കൾ, ആം ആദ്മി പാർട്ടി നേതാക്കൾ എവിടെ നിന്നൊക്കെയാണ് മത്സരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കീർത്തന, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയാണ് ആം ആദ്മി പാർട്ടി ഇന്ന് ഉച്ചയോടെ പുറത്തിറക്കിയത്. ഇതിൽ 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ 38 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള പ്രമുഖരാണ് ഈ പട്ടികയിൽ ഇടം പിടിച്ചത്. അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ സ്ഥാനാർത്ഥിയായി വീണ്ടും തുടരും. മുഖ്യമന്ത്രി അതിഷി കൽക്കാജിയിലും മന്ത്രി സൗരഭ് ഭരദ്വാജ് ഗ്രേറ്റർ കൈലാഷിലും മന്ത്രി ഗോപാൽ റായ് ബാബർപൂരിലും സത്യേന്ദ്രകുമാർ ജെയിൻ ഷക്കൂർ ബസ്തിയിലുമായിരിക്കും മത്സരിക്കുക. അരവിന്ദ് കെജ്രിവാളിന് ന്യൂഡൽഹിയിലെ എതിർ സ്ഥാനാർത്ഥി എന്നുള്ളത് കോൺഗ്രസ് നിർത്തിയിരിക്കുന്നത് സന്ദീപ് ദീക്ഷിതിനെയാണ്. എന്തായാലും ഒരു വാശിയേറിയ പോരാട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക കൂടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെ 38 സ്ഥാനാർത്ഥികളെയാണ് ആം ആദ്മി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കീർത്തന. ശരി, ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 4ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭ വികസിപ്പിച്ചു. നാഗ്പൂർ രാജ്ഭവനിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീനാഥ്, സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്, വിവരങ്ങൾ.
ഏതാണ്ട് 10-ലേറെ പേർ ഇതിനോടകം തന്നെ സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. നേരത്തെ നമ്മൾക്ക് ലഭിച്ച വിവരത്തിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി 39 പേരാണ് ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അതായത് ആകെ മന്ത്രിസഭയുടെ അംഗബലത്തിൽ ഒരു അംഗത്തിന്റെ മാത്രം കുറവേ ഈ സത്യപ്രതിജ്ഞ കഴിയുമ്പോൾ ഉണ്ടാവുന്നുള്ളൂ. 43 പരമാവധി അംഗസംഖ്യ. അതിൽ നേരത്തെ മുഖ്യമന്ത്രിയും 2 ഉപമുഖ്യമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തതോടെ 40 ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ 39 നികത്തപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന മുൻ മന്ത്രിമാർ തന്നെയാണ്. തുടക്കത്തിൽ ചന്ദ്രശേഖർ ബവൻകുലെ BJP സംസ്ഥാന അധ്യക്ഷൻ സത്യപ്രതിജ്ഞ ചെയ്തു. പിന്നാലെ രാധാകൃഷ്ണ വിഖേ പാട്ടീൽ, അദ്ദേഹം കഴിഞ്ഞ സർക്കാരിലും മന്ത്രിയായിരുന്നു. അദ്ദേഹം നേരത്തെ കോൺഗ്രസ് പ്രതിപക്ഷ നേതാവായിരിക്കെ പാർട്ടിയിൽ നിന്ന് വിട്ട് BJPയിൽ ചേർന്ന ആളാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പിന്നീട് ഹസൻ മുഷ്രിഫ് NCP അജിത് പവാർ വിഭാഗത്തിൽ നിന്നാണ് മുൻ മന്ത്രി വരുന്നു. അങ്ങനെ മുൻ മന്ത്രിമാരാണ് തുടക്കത്തിൽ മന്ത്രിമാരെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഒരുപക്ഷെ പങ്കജ മുണ്ടയെ ഇത്തവണ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചേക്കില്ല എന്നുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അവരും ഇന്നിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ സത്യപ്രതിജ്ഞയിൽ നിന്ന് പ്രത്യേകമായി എടുത്തു പറയാൻ കഴിയുന്ന കാര്യം. ഏതായാലും പരമാവധി തർക്കങ്ങൾ ഈ മന്ത്രിമാരുടെ എണ്ണത്തിൽ തീർക്കാൻ കഴിഞ്ഞു എന്ന് മുന്നണിക്ക് ഇപ്പോൾ ആശ്വസിക്കാം. നേരത്തെ ഏതാണ്ട് 10 സീറ്റിലേറെ ഒഴിച്ചിടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു എന്നതാണ് രാവിലെ അടക്കം ലഭിച്ചിരുന്ന വിവരം. പിന്നീടും ചർച്ചകൾ നടന്നു എന്നതാണ് നാഗ്പൂരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നാഗ്പൂരിൽ നാളെ മുതൽ നാഗ്പൂരിലെ നിയമസഭാ മന്ദിരത്തിൽ ശൈത്യകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അതിന് തൊട്ടു മുന്നോടിയായാണ് ഇപ്പോൾ സത്യപ്രതിജ്ഞ നടക്കുന്നത്. നാഗ്പൂരിൽ തന്നെയുള്ള രാജ്ഭവനിൽ വെച്ചാണ് ഇപ്പോൾ ചടങ്ങുകൾ നടക്കുന്നത്. ഒരുപക്ഷെ നാളെ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ഈ മന്ത്രിസഭാ വിപുലീകരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ കാലതാമസം അത് പ്രതിപക്ഷം വലിയ തോതിൽ ഉയർത്താനും അതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടായിരുന്നു. അതുകൂടി മുന്നിൽ കണ്ടാണ് ഈ സത്യപ്രതിജ്ഞ. പക്ഷേ അപ്പോൾ പോലും മന്ത്രിമാരുടെ വകുപ്പ്, അത് മുഖ്യമന്ത്രിയുടെ വകുപ്പ് പോലും ഇതുവരെ അന്തിമമായി തീരുമാനിച്ച് പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത്തരം തർക്കങ്ങളാണ് വരും ദിവസങ്ങളിൽ ഇനി തീർക്കേണ്ടതുള്ളത്. ആഭ്യന്തര വകുപ്പ് ഏതായാലും വിട്ടു നൽകില്ല എന്ന് BJP ഉറപ്പിച്ചു പറയുന്നുണ്ട്. പകരം ഏക്നാഥ് ഷിൻഡെ നഗരവികസന വകുപ്പിനോടൊപ്പം റവന്യൂ വകുപ്പ് കൂടി വേണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ റവന്യൂ വകുപ്പ് വിട്ടു നൽകാൻ കഴിയില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് BJP ഇപ്പോഴും തുടരുന്നത്. ഈ രണ്ട് പാർട്ടികളും തമ്മിൽ റവന്യൂ വകുപ്പിന്റെ പേരിൽ വലിയ തർക്കങ്ങളുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനെ ചൊല്ലിയും ഇപ്പോൾ തർക്കമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. കൃഷി, ധനകാര്യം എന്നീ വകുപ്പുകളാണ് അജിത് പവാർ വിഭാഗം ആവശ്യപ്പെട്ടിട്ടുള്ളത്. അദ്ദേഹം നേരിട്ട് ദില്ലിയിൽ വീണ്ടും ഒരിക്കൽ കൂടി പോയി അമിത്ഷായുമായൊക്കെ കഴിഞ്ഞ ആഴ്ച ചർച്ച നടത്തിയതാണ്. അതുകൊണ്ട് ആ 2 വകുപ്പുകൾ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തന്നെ ലഭിക്കാനാണ് സാധ്യത. ശരി, മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക്. പാലക്കാട് സ്വദേശി സതീഷിനാണ് പരിക്കേറ്റത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാഹുൽ, എപ്പോഴായിരുന്നു സംഭവം? ഈ ആശുപത്രി അധികൃതർ പറയുന്നത് എന്താണ് പരിക്കേറ്റ സതീഷിന്റെ ആരോഗ്യനിലയെ പറ്റി? കീർത്തന, പുൽപ്പള്ളിക്ക് സമീപം ചേകാടിയിൽ ഇന്ന് ഉച്ചയ്ക്ക് 2:30 സംഭവം. പാലക്കാട് സ്വദേശിയായിട്ടുള്ള സതീശനാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. പ്രദേശത്ത് മരപ്പണിക്കെത്തിയ 6 പേരടങ്ങുന്ന സംഘം റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. അതിനിടയിൽ ഈ കാട്ടാനയുടെ മുന്നിൽ അകപ്പെട്ടു. പക്ഷേ സതീശന് മാത്രം ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. സതീശന്റെ കാലിൽ കമ്പി ഇട്ടിരിക്കുന്നതിനാൽ ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല. ബാക്കി ഒപ്പം ഉണ്ടായിരുന്ന 5 പേരും ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പറയുന്ന സതീശനെ കാട്ടാന കുത്തി വീഴ്ത്തുകയായിരുന്നു. വയറിനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഗുരുതരമായി പരിക്കേറ്റ സതീശനെ നിലവിൽ മാനന്തവാടിയിലെ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ അടിയന്തരമായ ചികിത്സ നൽകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്താണെങ്കിലും ഉച്ചയ്ക്ക് 2:30 സംഭവം. ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഇപ്പോൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ സംഭവ സ്ഥലത്ത് വനംവകുപ്പിന്റെ പരിശോധനയും നടക്കുന്നുണ്ട്. കീർത്തന, ശരി, വയനാട്ടിലാണ് കാട്ടാന ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റത്. പാലക്കാട് സ്വദേശി സതീശനാണ് വയറിന് ആനയുടെ കുത്തേറ്റത്. രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരികെ വാർത്തകളിലേക്ക്. കോഴിക്കോട് കക്കോടിയിൽ ഗുഡ്സ് ഓട്ടോയിലെ കുട മുഖത്ത് കുരുങ്ങി കാൽനട യാത്രക്കാരനായ വയോധികൻ റോഡിൽ വീണു. തലനാരിഴയ്ക്കാണ് വയോധികൻ വൻ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ 24 ലഭിച്ചു. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് തലനാരിഴയ്ക്കാണ് അദ്ദേഹം ആ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ഈ ഗുഡ്സ് ഓട്ടോയിൽ ഇത്തരത്തിൽ ഈ കുട വെക്കുന്നത് അപകടകരമാണ്, അത് നിയമപ്രകാരമുള്ളതുമല്ല. എന്താണ് കൂടുതൽ വിവരങ്ങൾ?
കീർത്തന, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ 12 മണിയോടടുപ്പിച്ച് കോഴിക്കോട് കക്കോടി പാലത്തിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. ഇദ്ദേഹം, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വയോധികൻ, റോഡിന് അരികിനോട് ചേർന്ന് നടന്നു വരികയാണ്. ഇദ്ദേഹത്തിന്റെ ഓപ്പോസിറ്റ് ഭാഗത്ത് നിന്ന് ഫ്രൂട്ട്സുകളൊക്കെ നിറച്ച ഒരു ഗുഡ്സ് വാഹനം വരുന്നുണ്ട്. ഈ ഗുഡ്സ് വാഹനത്തിൽ ഒരു കുടയുണ്ടായിരുന്നു. ഈ കുട മുഖത്ത് കുരുങ്ങി ഈ വയോധികൻ നിലത്ത് വീഴുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ സമയത്ത് തന്നെ ആ ദിശയിൽ കൂടി ഒരു കാറും വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി വെട്ടിച്ചതിനാൽ മാത്രമാണ് ഈ കാറ് ഈ വയോധികനെ ഇടിക്കാതിരുന്നത്. അതായത് അത്ഭുതകരമായാണ് ഇദ്ദേഹം രക്ഷപ്പെട്ടത് എന്ന് പറയാതെ വയ്യ. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഓടുന്ന ഗുഡ്സ് വാഹനത്തിലാണ് ഈ കുടയുണ്ടായിരുന്നത്. കാറ്റടിച്ച് ഈ കുട പറന്നു പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ വളരെ അപകടകരമായി ഈ വാഹനത്തിൽ നിർത്തിയിരുന്ന കുടയാണ് ഇദ്ദേഹത്തിന്റെ മുഖത്ത് കുരുങ്ങുന്നതും ഇദ്ദേഹം നിലത്ത് വീഴുന്നതും. ഏതായാലും ഇദ്ദേഹത്തിന് വലിയ പരിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട്. പക്ഷേ സാരമായ പരിക്കല്ല. പോലീസുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാകുന്നത് ഇദ്ദേഹം പരാതിയൊന്നും നൽകിയിട്ടില്ല. അതിനാൽ തന്നെ മറ്റ് കേസ് പോലെയുള്ള കാര്യങ്ങളൊന്നും അത്തരം നടപടികളൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഏതായാലും അത്ഭുതകരമായ ഒരു രക്ഷപ്പെടൽ. ആ കാറുകാരൻ അല്പം വെട്ടിച്ച് ബ്രേക്ക് ചവിട്ടിയതിനാൽ മാത്രമാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്, CCTV ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കോഴിക്കോട് കക്കോടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്തായാലും ആ വയോധികൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്. മണിയാർ ജലവൈദ്യുത പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രമേശ് ചെന്നിത്തല. പദ്ധതിയുടെ BOT കരാർ നീട്ടി നൽകാനുള്ള തീരുമാനത്തിന് പിന്നിൽ അഴിമതിയുണ്ട്. സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള തീരുമാനത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. AV ജയശങ്കർ ചേരുന്നു വിവരങ്ങളുമായി. ജയശങ്കർ, കത്തിന്റെ ഉള്ളടക്കം, മറ്റു വിവരങ്ങൾ. കീർത്തന, ഈ മണിയാർ ജലവൈദ്യുതി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം നിലപാട് കടുപ്പിക്കുകയാണ്. ഈ പദ്ധതി സർക്കാർ സ്വകാര്യ കമ്പനിക്ക് കരാർ നീട്ടി നൽകാൻ ആരംഭിച്ച തീരുമാനമെടുത്ത ഘട്ടം മുതൽ പ്രതിപക്ഷം വലിയ വിയോജിപ്പ് ഉയർത്തുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. ഈ കരാർ സ്വകാര്യ കമ്പനിക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. പദ്ധതിയുടെ BOT കരാർ നീട്ടി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ തോതിലുള്ള അഴിമതി, ഉദ്യോഗസ്ഥതല അഴിമതി അടക്കം ഉണ്ടെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് അയച്ച കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ സ്വകാര്യ കമ്പനിക്ക് ഈ കരാർ നീട്ടി നൽകുന്നത് അവസാനിപ്പിക്കണം. ഇത്തരത്തിൽ കരാർ നീട്ടി നൽകുമ്പോൾ അത് ജനങ്ങളോടുള്ള വെല്ലുവിളിയായിരിക്കും. ജനങ്ങളിലടക്കം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾക്ക് കോപ്പുകൂട്ടുന്നതിനിടെയാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് നൽകുന്നത്. വരും ദിവസങ്ങളിൽ UDF ഉൾപ്പെടെ ചേരാനിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷം വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും. അതിന്റെ മുന്നോടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതി കരാർ നൽകുന്നത് മാറ്റിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മുൻ പ്രതിപക്ഷ നേതാവിന്റെ കത്തെന്ന് നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ശരി, മണിയാർ പദ്ധതി സർക്കാർ ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് കത്തയച്ചിരിക്കുകയാണ്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ചോദ്യപേപ്പർ ചോർച്ച പ്രത്യേക സംഘം അന്വേഷിക്കണമെന്ന് KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജ്. സാമ്പത്തിക താൽപര്യമാണ് ഇതിനു പിന്നിൽ. ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നിൽ വലിയ ലോബി പ്രവർത്തിക്കുന്നു. ഗവർണർ, റൂറൽ SP, വിജിലൻസ് SP എന്നിവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ടെന്നും VT സൂരജ് പറഞ്ഞു. ക്രിസ്തുമസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പരീക്ഷകൾ റദ്ദാക്കി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്ന് KSU ആവശ്യപ്പെടുകയാണ്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് സ്വകാര്യ ട്യൂഷൻ സെന്ററുകളും ചില സർക്കാർ എയ്ഡഡ് മേഖലകളിലെ ചില അധ്യാപകരും വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരും ട്യൂഷൻ സെന്ററുകളും ചേർന്നിട്ടുള്ള വലിയ ലോബിയാണ്. വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുന്ന സാമ്പത്തിക താൽപ്പര്യങ്ങൾ മാത്രമാണ് ഇവർക്ക് മോട്ടീവായി മാറുന്നത്. ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഹദ്, വിഷയത്തിൽ ഇതാ KSU പരാതി നൽകിയിരിക്കുന്നു, വിവരങ്ങൾ. KSU ഈ വിഷയം സജീവമായിട്ട് എടുക്കുകയാണ്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പും ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ വർഷം ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ചോദ്യപേപ്പർ കാണാതെ പോകുന്നത് അല്ലെങ്കിൽ ഇത് ചോർത്തുന്നത്.
2024 സമാനമായിട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അന്നും സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇത്തരത്തിൽ ചോദ്യപേപ്പറുകൾ ചോർത്തുകയും പിന്നീട് അത് യൂട്യൂബ് പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ പ്രസിദ്ധപ്പെടുത്തുകയും വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തവണയും അത് സമാനമായ രീതിയിൽ ആവർത്തിച്ചു. അന്നെല്ലാം തന്നെ ഇതിന് പിന്നിൽ ഒരാളാണ് എന്നുള്ളതാണ് ഇപ്പോൾ KSU പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ MS സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിനെതിരെ പരാതി KSU നൽകിയിരിക്കുകയാണ്. അത് റൂറൽ SP-ക്കും അതുപോലെ തന്നെ വിജിലൻസ് SP-ക്കും ജില്ലാ പോലീസ് മേധാവിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട KSU പരാതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ നടപടി സ്വീകരിക്കണം, ഈ പരീക്ഷ റദ്ദ് ചെയ്യണം എന്നൊരു ആവശ്യമാണ് KSU പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ചോദ്യപേപ്പർ ചോർത്തുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ ചില അധ്യാപകർ തന്നെയാണ് എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആരോപണവും KSU ഇന്ന് ഉന്നയിക്കുന്നുണ്ട്. കാരണം ഇത്തരം ട്യൂഷൻ സെന്ററുകൾക്ക് ചോദ്യപേപ്പർ ചോർത്തി നൽകുന്നത് ഈ സർവീസിലിരിക്കുന്ന അധ്യാപകർ തന്നെയാണ്. അപ്പോൾ ഇവർക്കെതിരെയും നടപടി സ്വീകരിക്കണം. കൂടാതെ ഇത്തരം ക്ലാസുകൾ എടുക്കാൻ പോകുന്ന, അതായത് സ്വകാര്യമായിട്ടും ക്ലാസുകൾ എടുക്കാൻ പോകുന്ന അധ്യാപകർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കണമെന്ന് KSU ആവശ്യപ്പെടുന്നു. ഈ വിഷയത്തിൽ തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെങ്കിൽ സമരമാർഗമാണ് KSU പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിൽ ചോദ്യപേപ്പർ ചർച്ച സജീവമാക്കുകയാണ് KSU. വിഷയത്തിൽ പരാതി നൽകിയിരിക്കുകയാണ്. ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണന തുടരുകയാണെന്ന് മന്ത്രി VN വാസവൻ. വിഴിഞ്ഞം പദ്ധതിക്ക് ഇതുവരെ സർക്കാർ സഹായം ലഭിച്ചിട്ടില്ല. വിഴിഞ്ഞത്ത് നിന്നുള്ള കസ്റ്റംസ് ഡ്യൂട്ടി അടക്കം കേന്ദ്ര സർക്കാരിനാണ് ലഭിക്കുന്നതെന്നും VN വാസവൻ. കേന്ദ്ര ധനമന്ത്രാലയം എംപവേർഡ് കമ്മിറ്റി ശുപാർശ ചെയ്താണ് വിഴിഞ്ഞം VGF. അപ്പോൾ ആ VGF തരണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ട് നീങ്ങിയപ്പോൾ ആദ്യം അവർ നിർദ്ദേശിച്ചു ആർബിട്രേഷൻ കേസുകൾ വിഡ്രോ ചെയ്യണം, അപ്പം തന്നെ തരാം. രണ്ടാമത് തരേണ്ട സമയം വരുമ്പോഴാണ് വീണ്ടും ഇത് ലോണായിട്ടേ തരുള്ളൂ എന്നുള്ള ഇൻഫർമേഷൻ വരുന്നത്. ഈ പ്രോജക്റ്റിന് ഇതുവരെ കേന്ദ്ര ഗവൺമെൻറ് മറ്റു രൂപത്തിലൊന്നും സഹായിച്ചിട്ടില്ല. നമ്മുടെ 2150.30 കോടി രൂപയാണ് ആദ്യം നമ്മൾ ഇപ്പോൾ കമ്മീഷൻ ചെയ്ത് ഞങ്ങൾക്ക് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്തു. ഇതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി മുഴുവൻ ചെല്ലുന്നത് കേന്ദ്രത്തിലാണ്. കസ്റ്റംസ് ഡ്യൂട്ടിയിൽ 60 പൈസ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ 3 പൈസയെ നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ GSTയുടെ വിഹിതം കേന്ദ്രത്തിലേക്ക് ചെല്ലുന്നു. ഒരു വർഷം എത്ര കോടി രൂപയാണ് കേന്ദ്രത്തിന് കിട്ടുക? നോക്കാം ഇനി ശബരിമലയിലെ ഇന്നത്തെ ചടങ്ങുകൾ. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വീണ്ടും വാർത്തകളിലേക്ക്. പത്തനംതിട്ട കൂന്നിയിൽ ജനവാസ മേഖലയിൽ കാട്ടുപോത്തുകൂട്ടമിറങ്ങി. വനംവകുപ്പ് ഉദ്യോഗസ്ഥ പ്രദേശത്തെത്തി കാട്ടുപോത്തുകളുടെ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ കാട്ടുപോത്തുകൾ ഇപ്പോഴും അവിടെ തുടരുകയാണോ? കാട്ടിലേക്ക് തുരത്താനുള്ള നടപടികൾ ആരംഭിച്ചോ? ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലുള്ള കാട്ടുപോത്തുകളുടെ ദൃശ്യങ്ങൾ നാട്ടുകാർക്ക് ലഭിക്കുന്നത്. നാട്ടുകാർ ചിലർ ഈ കാട്ടുപോത്തിനെ കണ്ടിരുന്നു. എന്തായാലും ഈ റബ്ബർ എസ്റ്റേറ്റിനും അതുപോലെ തന്നെ ആ പ്രദേശത്താണ് ഈ കാട്ടുപോത്ത് വ്യാപകമായി ഏതാണ്ട് 7-8 എണ്ണമുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. അത് ഓടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 24-ന് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനെ തുരത്താൻ വേണ്ടി സ്ട്രൈക്കിംഗ് ഫോഴ്സിനെ അടക്കം വിളിച്ചിട്ടുണ്ട്. അവർ അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. തീർത്തും ജനവാസ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഏതാണ്ട് ഭയചകിതരായിരിക്കുന്നത്. സ്ട്രൈക്കിംഗ് ഫോഴ്സും ഫോറസ്റ്റിന്റെ മറ്റ് സംഘങ്ങളും ആ പ്രദേശത്ത് തന്നെ തുടരുകയാണ്. ഉടൻ തന്നെ കാട്ടിലേക്ക് തുരത്താമെന്നൊരു പ്രതീക്ഷയാണ് പറയുന്നത്. എന്തായാലും ഈ കാട്ടുപോത്തുകളൊന്നും തന്നെ കൂട്ടം തെറ്റിപ്പോയിട്ടില്ല. എല്ലാ കാട്ടുപോത്തുകളും ഒരുമിച്ച് തന്നെ, ഇപ്പോൾ കണ്ട കാട്ടുപോത്തുകളെല്ലാം തന്നെ ഒരുമിച്ച് ഉള്ളത് കൊണ്ട് തന്നെ അവരെല്ലാവരും ഒരുമിച്ച് തന്നെ കാട് കയറുമെന്നൊരു പ്രതീക്ഷയാണുള്ളത്. ശരി, ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നിതുവരെ പൂർണ്ണമാവുകയാണ്.